പീരുമേട്ടിൽ തിരുവിതാംകൂർ രാജഭരണകാലത്ത് അഴുതയാറിന് കുറുകെ നിർമ്മിച്ച പഴയ പാലം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് പൈതൃക പാലമാക്കി പുതുക്കി പണിതിട്ടും ഈ പാലം കൂടുതൽ സഞ്ചാരികളിലേക്കും പുതുതലമുറകളിലേക്കും എത്തുന്നില്ല എന്ന കാഴ്ചയാണ് കാണുന്നത്. നിലവിൽ സമാന്തരമായി നിർമ്മിച്ച പാലത്തിലൂടെയാണ് വാഹന ഗതാഗതം ഇപ്പോൾ നിലവിലുള്ളത്. ഇതിനാൽ ഈ പാലത്തിലേക്ക് അധികമാരും എത്തുന്നില്ല. പാലം ഇവിടെ ഉണ്ടെന്നുള്ള ഒരു സൂചനാ ബോർഡ് പോലും സ്ഥാപിച്ചിട്ടില്ല എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. തിരുവിതാംകൂർ രാജഭരണകാലത്ത് രാജകുടുംബത്തിന്റെ വേനൽക്കാല വസതി അമ്മച്ചിക്കൊട്ടാരം കുട്ടിക്കാനത്തായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. ഇവിടെ നിന്നും കിഴക്കോട്ടുള്ള ക്ഷേത്രത്തിലേക്ക് കുതിരവണ്ടിയിൽ പോകുന്നതിനാണ് അഴുതയാറിന് കുറുകെ പാലം നിർമ്മിക്കുന്നത്. കുട്ടിക്കാനത്തൊന്നും ക്ഷേത്രത്തിലേക്ക് എത്തുന്നതിനായി അക്കാലത്ത് ഉണ്ടായിരുന്നതും പിന്നീട് തകർന്നതുമായ തുരങ്കത്തിന്റെ മുഖകവാടം ഇപ്പോഴും CPM സ്കൂൾ വളപ്പിൽ കാണാം. മണ്ണിടിഞ്ഞു മൂടിയ തുരങ്കത്തിന്റെ കവാടഭാഗം ഇപ്പോഴും ഇരുമ്പുവല കെട്ടി സംരക്ഷിച്ചിരിക്കുന്നു. രാജഭരണകാലത്ത് സുർക്കി മിശ്രിതം ഉപയോഗിച്ച് കരിങ്കലിൽ കെട്ടിയുയർത്തിയാണ് പാലത്തിന്റെ തൂണുകൾ നിർമ്മിച്ചത്. ഇതിനു മുകളിൽ ഇരുമ്പ് കേഡറുകൾ സ്ഥാപിക്കുകയായിരുന്നു. പാലത്തിന്റെ വശത്ത് നിർമ്മാണ വർഷവും മാസവും അതോടൊപ്പം രാജഭരണത്തിന്റെ അടയാളമായ ശംഖുമുദ്രയും ആലേഖനം ചെയ്തിരുന്നു. ആദ്യകാലങ്ങളിൽ കുതിരവണ്ടിയും കാളവണ്ടിയും ഉപയോഗിച്ചിരുന്ന പാലം കരിവണ്ടിയും മോട്ടോർ വാഹനങ്ങളും എത്തിയതോടെ തിരക്കായി. കാലാന്തരത്തിൽ ഇരുമ്പ് കേഡറുകൾ തുരുമ്പെടുത്ത് നശിച്ചു. 30 വർഷം മുമ്പ് ഇതിന് അല്പം മാറി സമാന്തരമായി കോൺക്രീറ്റ് പാലം നിർമ്മിച്ചതോടെ പഴയ രാജകീയ പ്രൗഢി നഷ്ടപ്പെട്ടു. സമാന്തരമായി പുതിയ പാലം വന്നെങ്കിലും പഴയ പാലത്തിന്റെ ഉപയോഗം കുറഞ്ഞില്ല. സമീപത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് സാധനങ്ങളുമായി ചരക്കുവണ്ടി എത്തിയത് പാലം കടന്നായിരുന്നു. സമീപത്തെ കോളനി നിവാസികൾ തുടർന്നും പാലം ഉപയോഗിച്ചു വന്നു. 10 വർഷം മുമ്പ് പാലത്തിന്റെ മധ്യഭാഗത്ത് ഇരുമ്പ് കേഡറുകൾ തുരുമ്പെടുത്ത് കുഴി രൂപപ്പെട്ടിരുന്നു. കുഴി അടച്ചെങ്കിലും കേഡറുകൾ തുരുമ്പെടുത്ത് നശിക്കുന്നത് തുടർന്നു. നൂറ്റാണ്ട് പിന്നിട്ട പൈതൃക പാലം സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമായതോടെയാണ് 2017 മാർച്ചിൽ 42 ലക്ഷം രൂപ ചെലവഴിച്ച് സർക്കാർ പാലം സംരക്ഷണ ഭാഗമായി നിർമ്മാണ ജോലികൾ നടത്തിയത്. 7 മാസത്തോളം സമയമെടുത്താണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. എന്നാൽ ഈ പാലം പുനർനിർമ്മിച്ചിട്ടും ഇത് കൂടുതൽ സഞ്ചാരികളിലേക്ക് എത്തുന്നില്ല എന്ന വസ്തുതയാണ് കാണാൻ കഴിയുന്നത്. പീരുമേട് അഴുതയാറിന് കുറുകെയുള്ള അതിപുരാതന പാലം ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത പാലമാണ്. ആ പാലത്തിൻ്റെ ചരിത്ര പ്രാധാന്യത്തെക്കുറിച്ച് നമ്മുടെ പ്രദേശത്തെത്തുന്ന ആളുകൾക്ക് അറിയാൻ കഴിയുന്നില്ല. ഈ നിലവിലുള്ള പഴയ പാലം സംരക്ഷിക്കപ്പെടുകയും ആ പാലത്തെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ചരിത്രം കൂടി ആ പ്രദേശത്ത് വരുന്ന ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഉണ്ടാകണം അവിടെ. കാരണം ബ്രിട്ടീഷുകാരുടെ കാലത്ത് തമിഴ്നാട്ടിൽ നിന്ന് നമ്മുടെ പ്രദേശത്തേക്ക് എത്താൻ വേണ്ടി കാളവണ്ടി സംവിധാനങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് പണിത പാലമാണ്. പുതിയ പാലം പണിതപ്പോഴും പഴയ പാലത്തിന് പ്രാധാന്യമില്ലാതായി. എങ്കിലും അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഈ പാലം ഇവിടെ ഉണ്ടെന്നുള്ള ഒരു സൂചനാ ബോർഡ് പോലും പ്രധാന പാതയിലില്ല. നാട്ടുകാരായ ആളുകൾക്കും മറ്റും നവമാധ്യമങ്ങളിൽ കൂടി കണ്ടുമറിഞ്ഞ് ചുരുക്കം ചില ആളുകൾ മാത്രമാണ് ഈ പാലത്തിൽ എത്തുക. കൊല്ലം തേനി ദേശീയപാത വഴി കടന്നുപോകുന്ന സഞ്ചാരികൾ പീരുമേട്ടിൽ ചരിത്ര പ്രാധാന്യമുള്ള ഒരു പാലമുണ്ടെന്നുള്ള കാര്യം പോലും അറിയുന്നില്ല. ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ ഈ പൈതൃക പാലത്തെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യം ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പീരുമേട്.